നമസ്കാരം. ഞാൻ മോദിജിയുടെ അമ്മാവൻ്റെ മകളോ പേരപ്പൻ്റെ മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധമുള്ള ആളോ അല്ല എന്നോട് വന്ന് വെല്ലുവിളിക്കാൻ. ഞാൻ മോദിജിയെ കാണാൻ പോയത് എൻ്റെ വ്യക്തിപരമായ താല്പര്യമാണ്. ഞാൻ ഒരു പാർട്ടിയുടെയും വക്താവല്ല എന്ന് ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ഇത് പറയാനൊരു കാരണമുണ്ട്. ഏകദേശം ഒരു 100 മെസ്സേജോളം ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് വന്ന് മെസ്സേജ് ഇട്ടു. എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഞാനോർത്ത് കൊങ്ങിയാണെന്ന്. പിന്നാണ് എനിക്ക് മനസ്സിലായത് കമ്മിയാണെന്ന്. വലിയൊരു ഭയങ്കര ഒരു സഖാവ്. കുറേ ഒരു 100 മെസ്സേജ്. എനിക്കതെന്തായാലും അത് മുഴുവനൊന്നും ഇരുന്ന് കേൾക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അറ്റവും മുറിയൊക്കെ കേട്ടിട്ട് അതിന് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മറുപടി കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തർക്കിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാവുന്ന, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ടുള്ള, വിശദമായി സംസാരിക്കാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ മുഖ്യധാരയിലുണ്ട്. ഇനിയിപ്പം അവരെ പോയി വെല്ലുവിളിച്ചിട്ട് അവരോട് സംസാരിച്ച് ജയിച്ചിട്ട് വാ. അല്ലാതെ എന്നോട് ഞാനൊന്ന് മോദിജിയെ പോയി കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്നോട് വന്ന് കയർത്തിട്ടോ എന്നെ ഈ പറഞ്ഞ പോലെ വന്ന് കുറേ ഉപദേശിച്ചിട്ടോ കാര്യമില്ല. കാരണം എനിക്ക് അദ്ദേഹത്തിനെ കാണണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പോയി കണ്ടു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ മൻമോഹൻ സിംഗോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്നതായിട്ട് എൻ്റെ അറിവിലില്ല. എനിക്കതുകൊണ്ട് ആ സമയത്തൊന്നും പോയി കാണാനുള്ള സൗകര്യവുമില്ല, ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്കതിന് സൗകര്യം കിട്ടി, ഞാൻ പോയി കണ്ടു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അതിന് എന്തിനാണ് ഇത്രമാത്രം മെസ്സേജ്, ഒരു 100 മെസ്സേജൊക്കെ കേൾക്കണമെങ്കിൽ ഞാൻ എത്ര സമയം അതിന് വേണ്ടി വേസ്റ്റ് ചെയ്യും? അപ്പോൾ എനിക്ക് അറ്റവും മുറിയൊക്കെ കേട്ട് ഞാൻ അതിന് തക്ക മറുപടി എന്തായാലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, കുറച്ച് മയപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം മറുപടിയൊന്നും, ഇപ്പം ഈ പറഞ്ഞ പോലെ കുറേ വീഡിയോസാണ് സെൻഡ് ചെയ്യുന്നത്, അല്ലാതെ വോയിസ് ക്ലിപ്സ് ഒന്നുമില്ല. കുറേ വീഡിയോസ്, ആ വീഡിയോസ് എനിക്ക് എന്നെ ചിരിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ അയക്കുന്ന വീഡിയോ ക്ലിപ്സ് ഒന്നും ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ല. കൂടുതലും എനിക്ക് അയച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാർ മോദിജിയെക്കുറിച്ച് പറയുന്ന വീഡിയോ ക്ലിപ്സാണ് അയച്ചിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരിയല്ല, ഒരു കോൺഗ്രസ്സുകാരിയാണ് എന്ന് ചിന്തിക്കാനെങ്കിലും കഴിവ് ഇവർക്കുണ്ടായിരുന്നെങ്കിൽ അവർ എനിക്ക് അയച്ചു തരില്ല എന്നുള്ളതാണ് എനിക്കതിനകത്ത് പറയാനുള്ളത്. കാരണം ഏത് പാർട്ടി ഭരിച്ചാലും അതിനെതിരെ ശക്തമായിട്ടും ശക്തത അല്ലാതെയും പ്രതികരിക്കാൻ ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് എന്നുള്ള ഉള്ള ഒരു പ്രതികരണം, അതായത് എതിർപ്പ് പറയാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു വിധത്തിലൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതെന്നാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷത്തെ അവിടെ കൊണ്ടിരുത്തുന്നത്. അവരുടെ കഴിവനുസരിച്ചിരിക്കും ഈ പറയുന്ന ഭരണപക്ഷം എന്തു ചെയ്യുന്നു, അല്ലെ അവരത് എത്ര കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളത് എന്നാണ് ഞാൻ ഒരു സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നതും എനിക്കറിയാവുന്ന കാര്യവും. അല്ലാതെ നമ്മളിവിടെ കിടന്ന് നമ്മുടെ മുറിക്കുള്ളിലിരുന്ന് കുറേ ഘോരഘോരം വാദിച്ചുകൊണ്ട് ഇവരാരും നന്നാവുമെന്നോ ഇതിനൊന്നും ഒരു പരിഹാരമാകുമെന്നും കാണുന്ന ആൾ അത്ര വണ്ടിയൊന്നും അല്ല ഞാൻ. അപ്പോൾ ഞാൻ കുറേ ഇതിനെല്ലാം ചുട്ട മറുപടി കൊടുത്താൽ, ഈ മെസ്സഞ്ചറിൽ വരുന്ന ഇതിനെല്ലാം കുറേ ചുട്ട മറുപടി കൊടുത്താൽ ഞാൻ തോറ്റുപോകും അല്ലെങ്കിൽ അവർ ജയിച്ചു പോകും എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. അപ്പം ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് തർക്കിക്കണമെങ്കിൽ തർക്കിച്ചുകൊള്ളൂ, അത് എന്നോടല്ല. ഇതിൻ്റെ വക്താക്കൾ, അതായത് BJPയോട് തർക്കിക്കണമെങ്കിൽ അവർ തന്നെ പറയുന്ന വക്താക്കൾ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട്. അവരോട് പോയി വെല്ലുവിളിച്ച് അവരോട് തർക്കിക്കും. ഇനി കോൺഗ്രസിനോടാണെങ്കിൽ അങ്ങനെ, കമ്മ്യൂണിസ്റ്റ്, അതെല്ലാം ഓരോ വക്താക്കളെ അവർ ഏർപ്പാടാക്കണം. നിങ്ങൾക്ക് അവരോട് പോയി തർക്കിക്കാം, അല്ലാതെ ഞാൻ ആരുടെയും വക്താവല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് ഇനി ആര് വന്ന് ചോദ്യം ചോദിച്ചാൽ എനിക്കെതിരെ കുറേ ചോദ്യങ്ങൾ ഉന്നയിച്ചാലും എനിക്ക് അത്യാവശ്യം വായിക്കാനും എഴുതാനും അറിയാനുമുള്ള കഴിവും സൗകര്യവും എനിക്കുള്ളത് കൊണ്ട് അതിൽ നിന്ന് ഞാൻ സ്വയം മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ വന്ന് ആരെങ്കിലും ഒരുത്തനും, അതും എന്നെക്കാട്ട് വളരെ പ്രായം കുറഞ്ഞ എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരാൾ വന്ന് എന്നെ ഉപദേശിച്ചാൽ ഞാൻ നന്നാവുമെന്ന് അവൻ വിചാരിച്ചുവെങ്കിൽ അത് ഭൂലോക മണ്ടത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി അത്യാവശ്യം മോദിജി എന്തുകൊണ്ടാണ് ഈ രാജ്യം ഭരിക്കുന്നതെന്ന് അത്യാവശ്യം വേണമെങ്കിൽ മാത്രം, ഞാൻ ഒരിക്കലും അത് നിങ്ങളെ കമ്പല് ചെയ്യുകയല്ല. എന്തുകൊണ്ടാണ് അറിയണം എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കരും സുജിത് ഭക്തനുമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. ജസ്റ്റ് അത് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തലയ്ക്കകത്ത് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ 1, 2, 3 പ്രാവശ്യം കണ്ടാലേ അത് എന്താണെന്ന് മനസ്സിലാവാൻ ചാൻസ് ഉള്ളൂ. എനിക്കത് പക്ഷേ വളരെയധികം ഇംപ്രസീവായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളെക്കുറിച്ച് വളരെയധികം മോശം സംസാരമൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അയാളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിയണമെങ്കിൽ, 23ാമത്തെ വയസ്സിൽ ബിൽ ഗേറ്റ്സുമായിട്ട് റൂം ഷെയർ ഇട്ട് അയാളുമായിട്ട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത ഒരാളെ കേരളത്തിൽ ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കാണിക്കാമോ? അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം, ഞങ്ങളുടെ വീട്ടിൽ നല്ല ഇരുമ്പിൻ്റെ ഗേറ്റാണുള്ളതെന്ന്. നല്ല ഗേറ്റ്, നല്ല വിൽ ഗേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർ മിക്കവാറും വിചാരിക്കുന്നവർ ഞങ്ങളുടെ വീട്ടിൽ നല്ല കാസ്റ്റ് അയണിൻ്റെ ഈ പറഞ്ഞ പോലെ മതിലും അല്ലെ ഗേറ്റും ഒക്കെ ഞങ്ങൾക്കും ഉണ്ടെന്നായിരിക്കും അവർ ചിലപ്പോൾ പറയാൻ പോകുന്നത്. അങ്ങനെ പറയുന്ന ആൾക്കാരുമുണ്ട്, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത്യാവശ്യം അത് ഷെരീഫ് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു പെയിൻറ്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറേ പേരത് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന് കണ്ടതാണ്. അതിശക്തം എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റിനകത്ത്
ഉണ്ട്. അത് ഒരു 1.25 മണിക്കൂർ, 1 മണിക്കൂർ 11 മിനിറ്റ്, അത് 2-3 പ്രാവശ്യം കണ്ടാൽ അത്യാവശ്യം കാണണം. അത് കണ്ട് മുഴുവൻ, അത് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് കാര്യമില്ല കേട്ടോ. കൃത്യമായിട്ട് കാട്ടാൽ ഏകദേശം ഒരു രൂപം കിട്ടും. ഇതൊന്നും ഞാൻ BJPയുടെ വക്താവായിട്ട് പറയുന്നതല്ല, പക്ഷെ ഞാനത് കണ്ട് എക്സൈറ്റഡ് ആയിപ്പോയി. കാരണം അയാളുടെ പ്രൊഫൈൽ കണ്ടിട്ട് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിപ്പോയി. കാരണം LLB പാസ്സാവാത്ത, LLB ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഭരിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ പുകഴ്ത്തിപ്പാടുന്ന, ഇനിയും ഇത് തന്നെ മതി നമുക്ക് എന്ന് പറയുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എൻ്റെ സിമ്പിൾ റിക്വസ്റ്റാണ് നിങ്ങളോട്, ജസ്റ്റ് ഒന്ന് കാണുക. ഒരാളുടെ വിദ്യാഭ്യാസവും അയാൾ 26-ാമത്തെ വയസ്സിൽ അയാൾ എവിടെയാണ് നിന്നത്, 23-ാമത്തെ വയസ്സിൽ അയാൾ അച്ചീവ് ചെയ്തത് എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിയണം. എന്നെ സംബന്ധിച്ചത് അത്ഭുതം തന്നെയായിരുന്നു കേട്ടോ. ഞാനത് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ആ മനുഷ്യനെ കണ്ടത്. മോദിജിയെ കാണാൻ പോയി, അത് എൻ്റെ ഇഷ്ടം. പക്ഷേ ഈ ഇൻ്റർവ്യൂ ഞാൻ കണ്ടത് അത് അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടത്. പക്ഷേ അത് അതിനേക്കാട്ടിലും വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊന്നും BJPയുടെ വക്താവായതുകൊണ്ടല്ല. നിങ്ങൾ ഈ അയച്ചു വരുന്ന വീഡിയോ പോലെ ഞാനും കുറേ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ല, നിങ്ങൾ ഈ അയച്ചു തരുന്ന വീഡിയോസും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതിനകത്തൊന്നും ഇമ്പ്രസീവായിട്ടുള്ളതൊന്നും എനിക്ക് തോന്നിയില്ല. ഇമ്പ്രസീവായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ അയച്ചു തന്നാൽ ഞാനത് കാണാൻ ശ്രമിക്കാം എന്നുള്ളതല്ലാതെ, ഇമ്പ്രസീവായിട്ട് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ ഇഷ്ടം പോലെ നമ്മുടെ ഈ സംവിധാനമൊക്കെ ഉണ്ടല്ല. നിങ്ങൾ അയച്ചു തന്നിട്ട് വേണ്ട, നിങ്ങൾ 2 ക്ലിപ്പിങ്സ്, ഒരു ഫുൾ ലെങ്ത്, അതായത് ഞാനിപ്പോൾ പറഞ്ഞ 1.25 മണിക്കൂറത്തെ ഒരു വീഡിയോയ്ക്കകത്തുനിന്ന് 1-2 ചെറിയ 30 സെക്കൻഡ് വീഡിയോസ് കണ്ടിട്ട് വേണ്ട ഒരാളെ വിലയിരുത്താൻ. അല്ലെങ്കിൽ അത് കണ്ടിട്ടല്ല ഞാൻ ഒരാളെ വിലയിരുത്തുന്നതും ഒരാളെ എന്താണെന്ന് മനസ്സിലാക്കുന്നതും. അതൊക്കെ മനസ്സിലാക്കാൻ അത്യാവശ്യം ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും എൻ്റെ പേരൻസ് എനിക്ക് തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇല്ലാത്തവരോട് എനിക്ക് തർക്കിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി.